ഹായ്, ഇന്നെന്താ സ്പെഷ്യൽ എന്നല്ലേ? നല്ല നെയ്ച്ചോറും നാടൻ ബീഫ് കറിയും. നല്ല മഴയുണ്ട് പുറത്ത്. മഴക്കാലത്ത് നല്ല വിശപ്പും കൂടുതലാണ്. അപ്പോൾ ഈ ടൈമിൽ നല്ലൊരു ഫുഡ് കിട്ടുകയെന്ന് വെച്ചാൽ നല്ലൊരു കാര്യം തന്നെ. ചൂട് നെയ്ച്ചോറും ചൂടുള്ള ബീഫ് കറി, എല്ലോടെ കൂടിയിട്ടുള്ള ബീഫ് കറി. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? എല്ലോട് കൂടിയിട്ടുള്ള 1 kg ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. പിന്നെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നാടൻ ബീഫ് കറി ഉണ്ടാക്കാം. ഗ്യാസ് ഓണാക്കി കുക്കർ എടുത്ത് വെച്ചു, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മൾ ഇത്തിരി ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ടത് ഒന്ന് വാടിയതിന് ശേഷം എടുത്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്തിരി വാടി വന്നതിന് ശേഷം എടുത്ത് വെച്ച തക്കാളി കൂടി അതിലേക്ക് ഇടാം. ബീഫിന് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഈ പച്ച സ്മെല്ല് മാറുന്നവരെ മാത്രം വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് എടുത്ത് വെച്ച മസാലകൾ ചേർത്താലോ? മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്. കുരുമുളക് പൊടി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ടാൽ മതി. ഇതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്ത് ആ എണ്ണയുടെ ഉള്ളിയുടെ ഇടയിൽ കിടന്ന് നല്ലൊരു സ്മെല്ല് വരുന്നവരെ ചെറിയ തീയിൽ നമുക്ക് വാട്ടിയെടുക്കാം. പിന്നീട് നമ്മൾ എടുത്ത് വെച്ച ബീഫുണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിട്ട് ആവശ്യത്തിന് വേവ് അനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചില ബീഫിന് കുറച്ച് വേവ് കൂടുതലായിരിക്കും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കി അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ബീഫ് അവിടുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച സവാള, ക്യാരറ്റ്, കറിവേപ്പില, ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയിൽ, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബിരിയാണി റൈസാണ്, അതും കൂടി എടുത്ത് വെക്കാം. ബിരിയാണി റൈസ് നല്ലോണം കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയാലോ? ഒരു പാത്രം എടുത്ത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം എടുത്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്തിരി വാടി വന്നാൽ അതിലേക്ക് എടുത്ത് വെച്ച കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മളെടുത്ത ബിരിയാണി റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എത്ര അരിയുണ്ടോ അതിൻ്റെ ഡബിളാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. പകുതിയാണ് ആ പാത്രത്തിൻ്റെ പകുതിയാണ് വെള്ളമുള്ളെങ്കിൽ ആ പാത്രം മുഴുവനായിട്ട് വെള്ളം എടുത്ത് അതിലൊഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അത് തിളക്കുന്നവരെ വെയിറ്റ് ആക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ റൈസ് ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും കുറച്ച് കറിവേപ്പിലും കൂടി മാറ്റി വെച്ചില്ലേ, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒന്ന് ചെറിയ തീയിൽ വെക്കുക, ഒന്നും കൂടി മൂടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗീയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഗീ കൂടി ഇട്ടതിന് ശേഷം നല്ലോണം അടച്ച് വെക്കുക. അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക.
അപ്പോൾ നല്ല നാടൻ ബീഫ് കറിയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അപ്പോൾ എങ്ങനെ? എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.